ഞാൻ 28 വർഷം മാതാമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1-ന് എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30-ന് രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. അതായത് ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല, ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ഒന്നും കൊടുക്കുന്നില്ലെന്നാണോ പറയുന്നത്? അപ്പൊ വെറുതെ നിൽക്കുവാണോ അവിടുത്തെ അന്തേവാസികളെല്ലാം? കാരണം അച്ഛനമ്മമാര് മരിച്ചാലോ ആരെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ പോകുമ്പോൾ 10,000 രൂപയെങ്കിലും അവരുടെ കയ്യിൽ വെച്ചു കൊടുക്കണം എന്നാണ് ഈ അവിടുത്തെ അന്തേവാസിയായ സ്വാമിയായിരുന്നു അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് അവിടുത്തെ അമ്മ അംഗീകരിച്ചില്ല അത്രേ. അതിനെക്കുറിച്ച് കുറെ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം, ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29-ന് അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1-ന് ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിൻ്റെ അടുത്ത ദിവസം എൻ്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാത ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എൻ്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിൻ്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ? ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു തെറ്റ് ചെയ്യാം, അവർ അഴിമതി നടത്തി. കോടികളുടെ കളിയാണ്, കോടികളുടെ കളി. അപ്പം അവിടുത്തെയൊക്കെ അന്തേവാസികളുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഇടിയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ബിനാമി മാത്രമാണ്. ഈ അന്തേവാസികളൊക്കെ ബിനാമി മാത്രമാണ്. ഈ ബാങ്ക് ഡീറ്റെയിൽസും ഇവരുടെ പാൻ കാർഡും ആധാർ കാർഡും അങ്ങനെയുള്ള മറ്റെല്ലാ ഡീറ്റെയിൽസും അവിടെ ആശ്രമത്തിൽ വാങ്ങിച്ച് അവിടുത്തെ ലോക്കറിൽ വെച്ചിരിക്കുകയാണെന്നാണ് ഈ സ്വാമി പറയുന്നത്. ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വരാം, ഒരു ഉദ്യോഗസ്ഥന് നടത്തിയെന്ന് വരാം. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ, ധർമ്മം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നവർ ഗവൺമെന്റിനെ വഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് പൊതുജനം ചർച്ചയാകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ 1 കോടിയുടെ മറ്റോ സേവനം ചെയ്യുമ്പോൾ 100 കോടിയാണ് ഗവൺമെന്റിനെ വഞ്ചിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഡോക്ടർ അംബേദ്കറാണ്. അയാൾ സാധാരണ ഒരു വ്യക്തിയാണ്. പക്ഷേ എത്രമാത്രം എല്ലാ പൗരനും തുല്യ നീതി ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് എഴുതിയത്. എന്നാൽ ആ ഭരണഘടനയെ വഞ്ചിക്കാൻ ഒരു മഹാത്മാവ് തയ്യാറായാൽ ആരാണ് ഈ ഗവൺമെന്റിനെയൊക്കെ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തുക? അവിടെ നിന്നപ്പം ഇദ്ദേഹത്തിന് ഈ ഓർമ്മപ്പെടുത്തലൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനെ പറഞ്ഞു വിടുകയും ഇദ്ദേഹത്തിന് പേരിലുണ്ടായിരുന്ന FD എടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആണ് ഈ ബോധോദയം വന്നത്. അപ്പം അവിടെ നിൽക്കുന്ന മറ്റെല്ലാ അന്തേവാസികളുടെയും പേരിൽ ഇതുപോലെ വൻ തുകകൾ FD ഇട്ടിട്ടുണ്ടെന്നാണ് ഇങ്ങേര് പറയുന്നത്. എന്തായാലും ഇത് മൊത്തം പണമിടപാടുകളാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. എന്തായാലും അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കാത്തു നിൽക്കുന്നവരും അമ്മയെ കാണാൻ കാത്തു നിൽക്കുന്നവരും അവിടെ പോയി കുമ്പിട്ട് കിടക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ഭക്തജനങ്ങളുള്ള ഒരാളാണ് ഈ അമൃതാനന്ദമയി. നമ്മുടെ ലാലേട്ടൻ ഉൾപ്പെടെ അമ്മയുടെ ഭക്തനാണ്. അവിടെ ചെന്ന് കാത്തു നിൽക്കുകയും കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. തീയില്ലാതെ പുകയുണ്ടാവത്തില്ലല്ലോ. അപ്പം അവിടുന്ന് പുറത്തായ ആൾക്കാർ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂട്ട് നിൽക്കും. പുറത്തായി കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഒന്നൊന്നായിട്ട് പുറത്ത് വിടുന്നത്. എന്നാലും ഇത്രയധികം കാര്യങ്ങളൊക്കെ ആ ഒരു ആശ്രമത്തിൽ നടക്കുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോഴേ ഞെട്ടൽ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിനോ പോലീസിനോ അവിടെ ഒന്നും ചെയ്യാനായിട്ടൊന്നും ഇല്ല. കാരണം ഇതൊക്കെ വലിയ വലിയ വമ്പൻ ടീമുകളാണ്. അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം.